ഇനി നമ്മൾ റവ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ആദ്യം ഞാനിതാ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ വറുത്ത റവയാകുമ്പോഴും വറുക്കാത്ത റവയാകുമ്പോഴൊക്കെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരു 2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ആവശ്യമായിട്ട് വരും. ഇതിപ്പോൾ വറുത്ത റവയാണ്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, ആ ഒരു ലൂസിലാണ് കേട്ടോ നമ്മളിത് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ വെള്ളം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടിട്ടൊക്കെ പൊങ്ങി കിട്ടും കേട്ടോ. ഇതിപ്പോൾ മഴയുള്ള സമയമാണ്, നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 1/4 മണിക്കൂറൊക്കെ ആവും മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് അതിലും ചെറിയ മാറ്റം വരും കേട്ടോ. 1/2 മണിക്കൂർ നല്ല ചൂടുള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് എടുത്തിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ തണുപ്പുള്ള മഴയുള്ള സമയത്ത് ചിലപ്പം 1 മണിക്കൂർ 1/4 മണിക്കൂർ വരെ ആവാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മഴയുള്ള സമയമായതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. മാവ് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് വിട്ടാൽ മതി കേട്ടോ, അല്ലാതെ പരത്തി കൊടുക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസുകൾ വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ, അടിവശം ഒന്നും കരിഞ്ഞു പോവാതെ. അപ്പോൾ ഒരു മിനിറ്റിൻ്റെ അടുത്തൊക്കെ മതി കേട്ടോ ഇത് കുക്കാകാൻ വേണ്ടിയിട്ട്. നമുക്ക് തുറന്ന് നോക്കിയാൽ നമുക്ക് ഭാഗം കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ ഇത് കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പം തന്നെയാണ് കേട്ടോ ഇത്. അരിയോ അരിപ്പൊടിയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ കറിയും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ചന മസാലയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.